ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ഏറ്റവും തിരക്കുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ രേണുസുതിയാകും. ഇതിനോടകം പലവട്ടം പ്രമോഷനും മറ്റുമായി ദുബായിലും ബഹ്റൈനുമായി സന്ദർശിച്ചു കഴിഞ്ഞു. മ്യൂസിക് വീഡിയോകൾ മാത്രമല്ല സ്വദേശത്തും പ്രൊമോഷൻ വർക്കുകൾ പ്രോഗ്രാമുകളുമായി രേണു തിരക്കിലാണ്. അതിനിടയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പല്ല് ഭംഗി വരുത്താനുള്ള കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നുണ്ട്. സെലിബ്രിറ്റി ലേബലിലേക്ക് ഉയർന്ന ശേഷം പഴയ ചില സൗഹൃദങ്ങൾ പോലും രേണു ഒഴിവാക്കി തുടങ്ങിയത്രേ. കഴിഞ്ഞ ദിവസം അലിൻ ജോസ് പെരേര രേണുവിനെതിരെ രംഗത്തെത്തിയിരുന്നു. തന്റെ ഒരു വർക്കിൽ അഭിനയിക്കാൻ ക്ഷണിച്ചിട്ട് രേണു വന്നില്ലെന്നും 2 മണിക്കൂറിന് 10,000 രൂപ എന്നത് കുറവാണെന്ന് രേണു പറഞ്ഞുവെന്നുമാണ് അലിൻ ജോസ് പെരേര പറഞ്ഞത്. ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ച് ഞാൻ രേണു ചേച്ചിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എനിക്കൊപ്പം വർക്ക് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ടുള്ളയാളാണ്. 1-2 വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുമുണ്ട്. ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ഒരു വർക്കിനെ വിളിച്ചപ്പോൾ 10,000 രൂപയ്ക്കൊന്നും വരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. രേണു ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. വലിയ തുക തന്നാലേ വരൂ, എന്നെയും ആദിയെയും വിളിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെയാണ് പറഞ്ഞതെന്നാണ് അലിൻ പറഞ്ഞത്. രേണു അടിമുടി മാറിയെന്നും കഴിഞ്ഞ കാലം മറന്നാൽ ജീവിതത്തിൽ തകർച്ചയുണ്ടാകുമെന്ന് രേണു മനസ്സിലാക്കുന്നില്ലെന്ന് യൂട്യൂബർ വി ഹിയറും പറയുന്നു. 10,000 രൂപയോടൊക്കെ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഭയങ്കര പുച്ഛമായിരിക്കും. എനിക്ക് രേണുവിനെയും അലിൻ ജോസിനെയും താല്പര്യമില്ല. രണ്ടുപേരും യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തവരാണ്. സോഷ്യൽ മീഡിയയിൽ ഓരോന്നൊക്കെ കണ്ടന്റിനായി കാട്ടിക്കൂട്ടുന്നതാണ്. 10,000 രൂപയോട് പുച്ഛമാണിപ്പോൾ രേണുവിന്. മുമ്പ് ഇതേ രേണു തന്നെ അലിൻ ജോസിനൊപ്പം ഡാൻസ് കളിക്കുകയും അലിൻ രേണുവിനെ എടുത്തുപോക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അലിൻ വളരെ അടുത്ത സുഹൃത്താണെന്നും രേണു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛനെ തള്ളിപ്പറഞ്ഞു. വീട് വെച്ചു കൊടുത്ത ഫിറോസിക്കയെ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ അലിൻ ജോസിനെയും തള്ളിപ്പറഞ്ഞുവെങ്കിൽ അതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല. രേണുസുതിയുടെ ക്യാരക്ടറാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. വന്ന വഴി മറക്കരുത്. അതുപോലെ തനിക്ക് ഇപ്പോൾ മാനേജർ ഉണ്ടെന്നും രേണു പറയുന്നത് കണ്ടിരുന്നു. ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് മാനേജർ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന്റെ ഹൈപ്പിലാണ് ഇപ്പോൾ രേണു നിൽക്കുന്നത്. അഭിനയത്തിനും പ്രമോഷനും പുറമെ മറ്റൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തുന്നതാകും രേണുവിന് നല്ലത്. അതേപോലെ കഴിഞ്ഞ കാലം രേണു മറക്കരുത്. കാരണം എന്തെങ്കിലും പഴയ അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നാൽ ആരും സഹായിക്കില്ല. അത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അലിൻ ജോസിനൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് രേണു പറയാതെ പറയുന്നുണ്ട്. എന്നാൽ പണ്ട് ഇവരുടെ പുറകെ വർക്കിന് വേണ്ടി നടന്നിട്ടുമുണ്ട്. 2 മണിക്കൂറത്തേക്ക് 10,000 രൂപ എന്നത് ചെറിയ എമൗണ്ട് അല്ലല്ലോ. അലിൻ കൂതറയാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് രേണു പോകാത്തതെന്നാണ് വി പറഞ്ഞത്. 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ തെണ്ടിയിട്ടുള്ള എന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കോടികളൊന്നുമില്ലെങ്കിലും ലക്ഷങ്ങൾ ഉണ്ടെന്ന് പറയാം. കിച്ചു വിളിച്ച് ആവശ്യം പറഞ്ഞാലും വീട്ടുകാർ വിളിച്ച് ആവശ്യം പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇനാഗുറേഷൻ പോലുള്ളവ നിരന്തരം കിട്ടുന്നുണ്ട്. അത് ബിഗ് ബോസ് കാരണമാണ്. എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്താൻ കഴിയില്ല. അതെല്ലാം നോക്കുന്നത് എന്റെ മാനേജറാണ് എന്നാണ് ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രേണു പറഞ്ഞത്.